പരിസ്ഥിതി അവബോധം, എൻവയോൺമെൻറ്റൽ അവയർനെസ്. അപ്പോൾ എന്താണ് പരിസ്ഥിതി? നാം വസിക്കുന്ന ചുറ്റുപാടിനെയാണ് എന്ത് പരിസ്ഥിതി എന്ന് പറയുന്നത്. പരിസ്ഥിതിയെ പരമാവധി മലിനമാക്കാത്ത വികസനമാണ് എന്ത് സന്തുലിത വികസനം, എന്താ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഓഫ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പരിസ്ഥിതി ശോഷണത്തെ ബാധിക്കുന്ന കാരണത്തേക്ക് എല്ലാ മാനുഷിക പ്രവർത്തികളും എന്താണ് പരിസ്ഥിതി എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ജനപ്പെരുപ്പവും ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും പുരോഗമനവും വ്യത്യസ്ത തരത്തിൽ എന്താണ് പരിസ്ഥിതിയെ മലിനമാക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇത് പരിസ്ഥിതി ശോഷണത്തിനെ ബാധിക്കുന്ന പ്രധാന കാരണങ്ങളാണ്. അപ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? നമുക്കെല്ലാം ചെറുപ്പം മുതൽ പഠിച്ചതാണ് അല്ലേ? വാട്ടർ പൊല്യൂഷൻ, ജലമലിനീകരണമുണ്ട്. ഇങ്ങനെ ജലമലിനീകരണം ഓടകളിൽ നിന്നിട്ടും നോക്കല്ല മറ്റു വീടുകളിൽ നിന്നൊക്കെ വേസ്റ്റ് വെള്ളം എന്താ ചിലവരുടെ തൊട്ടിക്ക് കണക്ഷൻ കൊടുക്കും. പിന്നെന്താണ് വ്യവസായശാലകളിലെ മാലിന്യങ്ങൾ പലപ്പോഴും നിക്ഷേപിക്കുന്നത് എവിടെയാണ്? നദികളിലാണ്. ജലദൗർലഭ്യം ഇന്നത്തെ ഒരു പ്രധാന പ്രശ്നമാണ് അല്ലേ? ജലം ശുദ്ധീകരിച്ച് വീണ്ടും ഉപയോഗിക്കുക, ജലമലിനീകരണം തടയുക, സംഭരണികളും തടയണകളും നിർമ്മിക്കുക, മഴക്കുഴികൾ നിർമ്മിച്ച് ജലം മണ്ണിൽ നിലനിർത്തുക, ഇവയെല്ലാം എന്താ ജലസംരക്ഷണത്തിൻ്റെ മാർഗങ്ങളാണ്. അപ്പോൾ വായു മലിനീകരണമാണ് അടുത്തത്. എയർ പൊല്യൂഷൻ എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മളിപ്പോൾ റോട്ടിൽ പോവുകയാണെങ്കിൽ വണ്ടിയിൽ നിന്നിട്ടുള്ള പുക എന്ന് പറയുന്നത് എന്താണ്? അത് വായു മലിനീകരണമാണ് അല്ലേ? വാഹനങ്ങളിൽ നിന്നും പുറംകൊള്ളുന്ന പുകയാണ് പ്രധാനമായും മലിനീകരിക്കുന്നത്. അന്തരീക്ഷ മലിനീകരണം വിവിധ തരം ആവാസ വ്യവസ്ഥയെയും ജീവജാലങ്ങളുടെയും നിലനിൽപ്പിനെയും തന്നെയും പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. ആണവ നിലയത്തിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ, ന്യൂക്ലിയർ വേസ്റ്റ്, താപനിലയങ്ങളിലെ അവശിഷ്ടങ്ങൾ പലപ്പോഴും കടലിൽ തള്ളുകയാണ് ചെയ്യുന്നത്. ഇത് കടലിലെ വിവിധ തരം ജീവജാലങ്ങളെയും മണ്ണിനെയും എന്താണ് ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട്. പിന്നെന്താ ജനപ്പെരുപ്പം, പോപ്പുലേഷൻ ഗ്രോത്ത്. എല്ലാ വിഭവങ്ങളുടെയും ശേഖരണം അപരിമിതമല്ലെന്നുള്ളതാണ് എന്ത് വാസ്തവം. പ്രകൃതി വിഭവങ്ങൾ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ഉപയോഗിക്കുകയാണെങ്കിൽ വരുന്ന തലമുറയ്ക്ക് യാതൊന്നും അവശേഷിക്കുകയില്ല. ജനം വർദ്ധിക്കുന്നതിനൊപ്പം പ്രകൃതി വിഭവങ്ങൾക്ക് കുറവ് അനുഭവപ്പെടുന്നുണ്ട്. ഈ സന്തുലിത ആവാസ വ്യവസ്ഥയ്ക്ക് എന്താണ് ഹാനികരമാകുന്നു. പിന്നെന്താ അടുത്തത്? നഗരവൽക്കരണം, അർബനൈസേഷൻ. എന്താണ്? നഗരവൽക്കരണവും മലിനീകരണത്തിന് കാരണമാകുന്നുണ്ട്. തൊഴിൽ തേടിയും മറ്റു ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങൾ എവിടെ എത്തുന്നു? നഗരങ്ങളിലേക്ക് എത്തി കുടിയേറി പാർക്കുകയാണ്. ഇതിൻ്റെ ഫലമായിട്ട് എന്താ സ്ഥല ദൗർലഭ്യം വരും അല്ലേ? പാർപ്പിട ദൗർലഭ്യം. പിന്നെന്താണ്? പകർച്ചവ്യാധികൾ വന്നോളും. പിന്നെ അടുത്ത പോയിന്റ് എന്താണ്? വ്യവസായ വൽക്കരണം. അതിലെന്താ പറയണേ? നമ്മുടെ വനസമ്പത്തിനെയും കാലാവസ്ഥയെയും ബാധിക്കുന്നു അല്ലേ? മഴയുടെ ലഭ്യത കുറയുന്നു, മണ്ണൊലിപ്പ് വർദ്ധിക്കുന്നു. അതെങ്ങനെ? മരങ്ങൾ ഇൻഡസ്ട്രി വരുമ്പോൾ, അതായത് വ്യവസായ സ്ഥാപനങ്ങൾ വരുമ്പോൾ പലപ്പോഴും എന്താണ് മരങ്ങളൊക്കെ വെട്ടൊതുക്കുകയാണ്. അപ്പോൾ എന്താണ്? മണ്ണൊലിപ്പ് വർദ്ധിക്കുകയാണ്. കാരണം മഴ പെയ്യുമ്പോൾ മണ്ണിനെ തടഞ്ഞു നിർത്താൻ ആർക്ക് പറ്റും? വൃക്ഷങ്ങളിലെ വേരുകൾക്ക് സാധിക്കും. വ്യവസായവൽക്കരണം നമ്മുടെ അന്തരീക്ഷത്തെയും ജലത്തെയും മലിനമാക്കുന്നു. അടുത്തെന്താണ്? അപ്പോൾ നമ്മളുടെ അടുത്ത ഒരു പറയുന്നത് വെച്ചാൽ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷനെ കുറിച്ചാണ്. പാരിസ്ഥിതിക സംരക്ഷണത്തെ കുറിച്ചാണ് പറയുന്നത്. പരിസ്ഥിതി മലിനീകരണം തുടർന്നാൽ അത് നമ്മുടെ നിലനിൽപ്പിനെയും വരും തലമുറയുടെ സുരക്ഷിതത്തെയും ഒരുപോലെ ബാധിക്കും. വികസനത്തിൻ്റെ പേരിലുണ്ടാകുന്ന തെറ്റായ പ്രവണതകളുടെ പ്രത്യാഘാതങ്ങൾ വളരെ ഗുരുതരമാണെന്ന് പറയണേ. അപ്പോൾ ഈ പരിസ്ഥിതി മലിനീകരണത്തെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് എടുത്ത കുറച്ച് കാര്യങ്ങളെ കുറിച്ച് നോക്കിയാലോ? പരിസ്ഥിതി സംരക്ഷണത്തിനായി പ്രത്യേക കോടതി സ്ഥാപിക്കുകയുണ്ടായി. പിന്നെന്താ? ദോഷകരമായ കീടനാശിനികൾ നിരോധിച്ചു. കടൽ തീരത്തുള്ള ഹോട്ടലുകൾക്ക് എന്താ നിയന്ത്രണം ഏർപ്പെടുത്തി. നദീ സംരക്ഷണ പദ്ധതികൾ നടപ്പാക്കി. പിന്നെന്താ? സൗരോർജ്ജ കമ്മീഷൻ സ്ഥാപിച്ചു. പൊതുസ്ഥലങ്ങളിലെ പുകവലി നിരോധിച്ചു. പുക നിയന്ത്രണത്തിന് തുടക്കം കുറിച്ചു. അടുത്തതാണ് സുസ്ഥിര വികസനം എന്ന ആശയത്തെക്കുറിച്ച്. സുസ്ഥിര വികസനം അപ്പോൾ അതെന്താണ്? കോൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അത് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിര വികസനം എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് ഈ സുസ്ഥിര വികസനം. 1960 മുതൽ പരിസ്ഥിതി പ്രശ്നങ്ങളെയും സാമ്പത്തിക വളർച്ചയും ഒരു പ്രധാന പ്രശ്നം തന്നെയായിരുന്നു. 1987 ക്ലബ് ഓഫ് റോം പബ്ലിഷ് ചെയ്ത ലിമിറ്റ്സ് ഓഫ് ഗ്രോത്ത് എന്ന പുസ്തകത്തിലും
ബട്ട് ലാൻഡിൻ്റെ അവർ കോമൺ ഫ്യൂച്ചർ, നമ്മുടെ പൊതുഭാവി എന്ന റിപ്പോർട്ടിൽ ഈ പ്രശ്നം ലോകശ്രദ്ധയായിട്ട് വന്നിരുന്നു. അപ്പോൾ 1992 റിയോണ്ടി ജനീറോയിൽ വെച്ച് UN പരിസ്ഥിതിക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര സമ്മേളനം നടക്കുകയുണ്ടായി. അപ്പോൾ ഈ സമ്മേളനത്തെ ഭൗമ ഉച്ചകോടി എന്ന് വിളിച്ചു. ഭൗമ ഉച്ചകോടിയിൽ 170 രാഷ്ട്രങ്ങളും ആയിരക്കണക്കിന് NGOകളും മൾട്ടിനാഷണൽ കോർപ്പറേഷനുകളും പങ്കെടുത്തു. പരിസ്ഥിതി അജണ്ടയെ പറ്റി വടക്കൻ രാജ്യങ്ങളും തെക്കൻ രാജ്യങ്ങളും വ്യത്യസ്തമായാണ് പ്രതികരിച്ചത്. വടക്കൻ രാജ്യങ്ങൾ ഓസോൺ പാളിയുടെയും ആഗോള താപനത്തിൻ്റെയും പ്രശ്നങ്ങൾ പറഞ്ഞപ്പോൾ തെക്കൻ രാജ്യങ്ങൾ സാമ്പത്തിക വികസനം, പരിസ്ഥിതി മാനേജ്മെന്റ് എന്നിവയ്ക്കാണ് പ്രാധാന്യം കൽപ്പിച്ചത്. അപ്പോൾ ഭൗമ ഉച്ചകോടിയിൽ പരിസ്ഥിതി, കാലാവസ്ഥ വ്യതിയാനം, ജൈവ വൈവിധ്യ വനവൽക്കരണം എന്നിവയ്ക്ക് വേണ്ടി ഗുണപരമായ പല ശുപാർശകൾ ചെയ്തിട്ടുണ്ട്. അജണ്ട 21 എന്ന പേരിലാണ് ഈ ശുപാർശകൾ അറിയപ്പെടുന്നത്. എന്നാൽ ചില വ്യത്യസ്ത അഭിപ്രായങ്ങളാലും ബുദ്ധിമുട്ടുകളാലും അത് മുഴുവൻ എന്താണ് നടപ്പാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ ഭൗമ ഉച്ചകോടിയിൽ നടന്ന വേറൊരു വലിയ കാര്യം സാമ്പത്തിക വികസനം, പരിസ്ഥിതി എന്നിവയുടെ സമന്വയമായിരുന്നു. ഇതിനെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് വിളിക്കുന്നു. അജണ്ട 21 പ്രാധാന്യം കൊടുത്ത് സാമ്പത്തിക വളർച്ചയ്ക്കൊരു പരിസ്ഥിതി വളർച്ചയ്ക്കായിരുന്നു, പരിസ്ഥിതി സംരക്ഷണത്തിനല്ല. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്നത് വെച്ചാൽ ഒരു 21 അജണ്ടാസ് ഉണ്ട് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൽ. പോവർട്ടി ഇറാഡിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്, ഈ ഗോൾ 13 എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ.